ഡോക്ടറോട് പറഞ്ഞു എന്നെ ഒന്ന് ഡിസ്ചാർജ് ചെയ്യാൻ പറയായിരുന്നു. ഇല്ലില്ല, ഒരാഴ്ച ഇവിടെ കിടക്കണമെന്നാ ഡോക്ടർ പറഞ്ഞ. ഡോക്ടർ അങ്ങനെ പറഞ്ഞു? ആ പറഞ്ഞു. ഞാനിനി കല്യാണത്തിന് വീൽ ചെയറിൽ വന്നിരിക്കേണ്ടി വരുമല്ലോ ഈ കാലം നീട്ടി. ദൈവമേ, അങ്ങനെയാണെങ്കിലേ ഞാനൊരു വീൽ ചെയറിൽ മണ്ഡപത്തിലോട്ട് വന്നിരിക്കാം. താലയിടാനും ഹാരം കൈമാറാനും ഒക്കെ അതല്ലേ ഈസി. അപ്പൊ പിന്നെ നമ്മുടെ ഹൈറ്റും അഡ്ജസ്റ്റ് ആവും. പ്ലാസ്റ്റർ എടുത്തു കഴിയുമ്പോ കാലിന്റെ നീളവും കുറയും, ഹൈറ്റും കുറയും. ആണോ? അതെ, അങ്ങനെയൊന്നും വരത്തില്ല. വാ വാ. അതിനല്ല സിദ്ധുട്ടാ, ഷീറ്റ് ഇരിക്കട്ടെ. അതിനായിരുന്നു. അമ്മേ, പതുക്കെ പതുക്കെ ഇതേ ഇവിടുത്തെ ഷീറ്റ് അല്ലേ, നമുക്ക് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് നല്ല ഷീറ്റ് വിരിക്കാം. വിരിച്ചോ? കിടക്ക്, പതിയെ കിടക്ക്. പിടിച്ച് കിടത്തി തരൂ. ഇനി കുറച്ചൊന്ന് എണീറ്റേ. അയ്യോ, പതുക്കെ. വേദനിക്കുന്നു. സോറി 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 സുധേട്ടാ, സോറി, ശ്രദ്ധിച്ചില്ല. അപ്പോ എന്റെ ഈ കാലില്ലാതെ വന്നിരുന്നെങ്കിൽ താൻ എന്ത് ചെയ്തേനെ? എന്റെയും ഈ കാല് ഞാനങ്ങ് മുറിച്ചു കളഞ്ഞേനെ. അപ്പോ അയ്യോ സിദ്ധേട്ടാ, സൂക്ഷിച്ച് കിടക്കവിടെ, പെയിനാവും. അത്രയ്ക്ക് സ്നേഹമാണ് എന്നോട്. സ്നേഹത്തോടെ പരിചരിച്ചാലേ പെട്ടെന്ന് അസുഖം മാറുന്ന് ഡോക്ടർ എന്നോട് പറഞ്ഞു. ഏത് ഡോക്ടർ? തരകൻ ഡോക്ടർ. ഓ, ഇപ്പൊ കാലിന് വേദന ഉണ്ടോ? ശരീരത്തിന്റെ വേദന അറിയുന്നില്ല, പക്ഷെ മനസ്സിന്റെ വേദന. മനസ്സിനും വേദനയുണ്ടോ? തന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കേണ്ടി വന്നല്ലോ എന്നോർത്തുള്ളൊരു വേദന. ഞാനല്ലേ സിദ്ധുവേട്ടനെ ബുദ്ധിമുട്ടിപ്പിച്ചതും ഇപ്പൊ വേദനിപ്പിച്ചതും. സോറി, എന്റെ ഒരു അവിവേകം കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അയ്യോ, എന്തുപറ്റി? ഇടയ്ക്കിടയ്ക്കുള്ള കുത്തി കുത്തിയുള്ള വേദനയാ സഹിക്കാൻ പറ്റാത്ത. അപ്പോ ഒന്ന് തടവി തരാവോ? അല്ല സിദ്ധേട്ടാ, ഈ പ്ലാസ്റ്റർ ഇട്ട കാലില് ഞാൻ എങ്ങനെയാ തടവുക? അല്ല, ആ കാല് അവിടെ ഇരുന്നോട്ടെ, അപ്പുറത്തെ കാല് തടവാലോ. അല്ല, അപ്പൊ പിന്നെ ഏത് കാലിലാ ശരിക്കും? എന്നോട് ഇങ്ങനെ ചോദ്യം ചോദിച്ചു നിനക്ക്, അതൊന്ന് തടവോ പ്ലീസ്? ഇപ്പൊ തടവാം. അയ്യോ അയ്യോ, അപ്പോ അയ്യോ അയ്യോ, നന്നായിട്ട് തിരുമിക്കോ. അപ്പോ നല്ല വേദനയാ. അമ്മേ, ഇവിടെ പോരെ? അങ്ങനെയൊന്നുമില്ല, എല്ലായിടത്തും തടവിക്കോ. അയ്യോ, എന്താ നിർത്തിയേ? അപ്പോ നിർത്തണ്ട, തിരുമിക്കോ. അല്ല സിസ്റ്റർ, അതിനിവിടെ ആരും ബെല്ലടിച്ചില്ലല്ലോ. ടാബ്ലറ്റ് ഉണ്ട്. ഡിന്നർ കഴിച്ചതിന് ശേഷം കഴിക്കാനുള്ളതാ. അല്ല, കുഴപ്പമില്ല, ഞാൻ കഴിച്ചോളാം. അല്ല, ടൈമിന് കഴിക്കണം. നൈറ്റ് ഫുഡ് കഴിച്ചായിരുന്നോ? അയ്യോ ഇല്ല, കഴിച്ചിട്ടില്ല. ഇപ്പൊ ലേറ്റായി. 9 o'clock വരെയുള്ളൂ ക്യാൻറ്റീൻ. കുട്ടി പോയി വാങ്ങിട്ട് വന്നോളൂ. ഞാൻ പോയി വാങ്ങിട്ട് വരാം. അല്ല, കുഴപ്പമില്ല. അപ്പോ വേണ്ട, ഞാൻ ഫ്രൂട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ കഴിച്ചോളാം, അത് മതി എനിക്ക്. അല്ല, ആന്റിബയോട്ടിക് ഉള്ളതല്ലേ, ഫുഡ് നന്നായിട്ട് കഴിക്കണം. അയ്യോ, അങ്ങനെയൊന്നുമില്ല, വേണ്ട. അല്ല, അതെ, കുട്ടി പോയി വാങ്ങിട്ട് വന്നോളൂ. അല്ല വേണ്ട, എനിക്ക് വിശപ്പില്ല. അതെ, ഈ മേലൊക്കെ ഒന്ന് തുടയ്ക്കണം. ഒരേപോലെ ഇവിടെ ഇങ്ങനെ കിടക്കല്ലേ, എഴുന്നേക്ക്. ഓ, ഞാനതങ്ങോട്ട് പറയണോന്ന് വിചാരിച്ചിരിക്കായിരുന്നു. എന്റെ ബാഗൊക്കെ പൊള്ളി, എനിക്ക് ചൂടെടുത്തിട്ട് വയ്യ.
അതെനിക്ക് അറിയാവുന്നുണ്ടല്ലേ ഞാൻ ഇതൊക്കെ എടുത്തിട്ട് വന്നേ. എഴുന്നേക്ക്, ടീഷർട്ട് ഒരു മാറ്റി ഒന്ന് പിടിച്ചേ. വാ, എഴുന്നേക്ക്. ടീഷർട്ട് മാറ്റ്, ആ പെട്ടെന്നാവട്ടെ. ഓക്കെ. അല്ല വേണമെങ്കിൽ ഞാൻ തന്നെ അങ്ങ് തുടച്ചോളാം. എങ്ങനെ തുടയ്ക്കും? ഇതാ എന്നൊന്ന് കാണിച്ചേ. കൈ കൊണ്ട് ബാക്കൊക്കെ തുടയ്ക്കുന്ന എന്നൊന്ന് കാണിച്ചേ. അല്ല പണ്ട് മമ്മി ഇങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു, ഇതുപോലെ തുടയ്ക്കുകയൊക്കെ ചെയ്യുമായിരുന്നു, പിന്നെ കുളിപ്പിക്കും. അതെ, അത് സിദ്ധുവേട്ടൻ കുഞ്ഞായിരുന്നപ്പോഴാ, വാവയായിരുന്നപ്പോ. ഇപ്പൊ മമ്മിക്ക് പറ്റോ കുളിപ്പിക്കാനും തുടയ്ക്കാനും ഒക്കെ? പറ്റോ? പറ, ഉത്തരം പറ. അല്ല അതിപ്പോ എന്നാ പിന്നെ ഇവിടുത്തെ സിസ്റ്റർമാരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയും കൊണ്ട് ചെയ്യിപ്പിച്ചാലോ? എന്നൊരു കാര്യം ചെയ്യാം, സിസ്റ്ററെ വിളിക്കാം. ഇവിടെ ഇപ്പൊ ഇഷ്ടമുള്ള സിസ്റ്റർ ഉണ്ടല്ലോ, ഫാത്തിമ, അവരെ ഇങ്ങോട്ട് വിളിക്കാം. അല്ല വേണ്ട വേണ്ട, ഇയാള് തന്നെ തുടച്ചാൽ മതി. വാ വാ തുടച്ചു. അങ്ങനെ വഴിക്കുവാ. അതെ, ഓ ഇതൊക്കെ ഇപ്പൊ ചെയ്യാൻ പറ്റുന്നത് കല്യാണം കഴിച്ചു വരുന്ന ഭാര്യയ്ക്ക. അവൾക്കേ അതിനൊക്കെ പറ്റൂ. അവൾക്കാണ് അതിനുള്ള അവകാശം. മനസ്സിലായോ? അതിന് നമ്മള് കല്യാണം കഴിച്ചില്ലല്ലോ. അതെ, എന്നാ വേണ്ട, ചൂടും പിടിച്ച് ഇവിടെ തന്നെ കിടന്നു. ഞാനങ്ങ് പോയേക്കാം. ഞാനൊരു തമാശ പറഞ്ഞെന്നുള്ളൂ. കണ്ടിന്യൂ കണ്ടിന്യൂ. ഇത്ര ആയാലോ അഹങ്കാരം. പതുക്കെ തുടക്കി. അതെ, ഈ ഭാര്യമാർക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ടല്ലേ? പിന്നെ ഭർത്താക്കന്മാർക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. ഈ ബാച്ചിലർ ലൈഫ് അവസാനിക്കാൻ പോകുന്ന രാത്രിയും തുടങ്ങാൻ പോകുന്ന ആദ്യരാത്രിക്കും ഇടയില് ഒരു പകലിന്റെ വ്യത്യാസമുള്ളൂ അല്ലേ? ശരത്തേട്ടാ, നീ ഇറങ്ങിയോ? ഞാൻ ഇറങ്ങിട്ടോ. എടി മമ്മിയൊക്കെ ഹോസ്പിറ്റലിൽ പോയോ? മമ്മി ഇറങ്ങി. ആ ഇവിടെ നാമി നേരത്തെ തന്നെ പോയിട്ടുണ്ട്. നീ ഒരു ഓട്ടോ എടുത്തെങ്കു വാ, തിരിച്ച് ഞാൻ കൊണ്ടാക്കാം. അതെ, ഇത് വലിയ കഷ്ടമാട്ടെ ഈ ഒളിച്ചുകളി. മമ്മിയും ചേട്ടനെയൊക്കെ പറ്റിച്ചിട്ട്. എടോ, നമ്മൾ കാണുന്നത് അവര് വിലക്കൊണ്ടല്ലേ. അത് മാത്രമല്ല, പ്രഭാമായിക്ക് നിന്നൊന്ന് കാണണമെന്ന്. നീ പെട്ടെന്നെങ്കു വാ. ഓക്കെ. എന്റെ മമ്മി ഞാൻ നോക്കിയും കണ്ടൊക്കെ തന്നെയാ നിന്നിരുന്നേ. അതൊന്നും കാണാതെ വന്ന് ഇടിച്ചാള് ദേ നിക്കുന്നു. ഞാനപ്പോ ചാടി രക്ഷപ്പെട്ടോണ്ടാ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടത്. കാലിനിപ്പോ വേദനയുണ്ടോ മോനെ? പിന്നെ വേദന ഇല്ലാതിരിക്കോ? ഇല്ല അമ്മി, എപ്പോഴും ഇല്ല. കാലൊന്ന് അനക്കിയ മാത്രമേ വേദനയുള്ളൂ. എല്ലാം തമാശ കളിയാ, ഓരോന്ന് ഒപ്പിച്ചു വെച്ചിട്ട്. മമ്മി ഇരിക്കെ, ആമി ഇരിക്കെ. അപ്പോ ഇങ്ങ അടുത്തിരിക്കുക. കല്യാണത്തിന് തീയതി ഇങ്ങ അടുത്തു. കൊഴപ്പാവോ ആമി? ഏയ് അതൊന്നും പ്രശ്നം ഉണ്ടാവില്ല. അപ്പോഴത്തേക്കും എന്റെ കാല് ശരിയാവും അല്ലേ? ശരിയായില്ലെങ്കിലും അല്ല, കാലിൽ പ്ലാസ്റ്റർ ഉണ്ടെന്ന് വെച്ച് താലി കെട്ടുന്നതിന് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. ഉണ്ടോ? കൈ വെച്ചല്ലേ ഒക്കെ ചെയ്യുന്നേ? അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഹോസ്പിറ്റലിൽ വെച്ച് കല്യാണം നടത്താം. ഒരു വെറൈറ്റി ആയിക്കോട്ടെ. ആ അത് നല്ല. ഓരോന്ന് ഒപ്പിച്ചു വെച്ചിട്ട് കുരുത്തക്കേട് പറയുക രണ്ടു കൂടി. ഏത് ഡോക്ടറാ നോക്കിയത്? അതൊക്കെ എന്തിനാ മമ്മി? അതൊക്കെ ഒന്ന് കണ്ട് സംസാരിക്കാൻ. അത് ഇനി എത്ര ദിവസം കിടക്കേണ്ടി വരുമെന്ന് അറിയാലോ. പക്ഷെ മമ്മി, ഈ ഡോക്ടറെ ഇന്നിനി കാണാൻ പറ്റത്തില്ലെന്നേ. അതെന്താ? അത് പുള്ളി ബിസിയാണെന്നാ തോന്നുന്നത്. പുള്ളിനെ വിളിച്ചപ്പോ അങ്ങനെ പറഞ്ഞു. അതെ മമ്മി, സൊനാലിയിലെ ഫാമിലി ഡോക്ടറല്ലേ? ആ, ഡോക്ടർ തരകൻ. ആ ഡോക്ടറിന്റെ വൈഫാ ഇവിടുത്തെ ഓർത്തോ. ഓ, സൂസൻ. ആ, എനിക്കറിയാം. എന്ത് കാര്യത്തിനാ അവൾ ഇതൊക്കെ പെഴുന്നള്ളിക്കുന്നത്? പെൺകുട്ടിയാണോ? ആൺകുട്ടി. എന്തായിരുന്നു മധുവേട്ടാ അവന്റെ പേര്? അത് ഡാർവിൻ. ഡാർവിൻ. അത് തന്നെ, ഡാർവിൻ ദി സൂസ. ഓ
അല്ല അപ്പോ ഈ ഹാൻഡ് ബാഗ് ആരുടെയാ? അത് ഡിസൂസയുടെയാ. ഓ കുഞ്ഞമ്മേ, ആ ജ്യൂസിങ് തന്നെ. ശരത്തിന്റെ ഫ്രണ്ടിനെ ഞാനും കൂടി ഒന്ന് കാണട്ടെ. ഞാൻ കൊടുത്തോളാം. വേണ്ട, കുഞ്ഞമ്മ താഴോട്ട് ഇറങ്ങിയട്ടെ. ഞാനിത് അവർക്ക് കൊണ്ടേ കൊടുത്തിട്ട് വരാം. ഇറങ്ങു കുഞ്ഞമ്മേ, ഞാൻ കൊടുത്തിട്ട് വരാം. അതെ, ആ ഞാൻ കൊടുത്തോളാം. എന്തേ കാണിക്കുന്ന? അടിക്കാതിരിക്കും. പിന്നെ മമ്മി വരുന്നതിന് മുമ്പേ എനിക്ക് അങ്ങ് ചെല്ലണം. അവരിപ്പോഴൊന്നും വരത്തൊന്നുമില്ല. അവർ പിന്നെ വന്നാലിപ്പോ എന്താ? താനെന്തിനാ പേടിക്കുന്നത്? അയ്യടാ, പേടിയില്ലാത്ത ഒരാള്. ഇതാണ് അപ്പൊ പ്രഭകുഞ്ഞമ്മ പറഞ്ഞ ശരത്തിന്റെ ഫ്രണ്ട്. ചേച്ചി, ഞാൻ നിന്റെ സിദ്ധുവേട്ടൻ ഹോസ്പിറ്റലിലാണെന്നുള്ള കാര്യം മോൾ അറിഞ്ഞായിരുന്നോ? വാ, താഴോട്ട് പോ. വാ. എങ്ങോട്ടാ? ശരത്തിനെ ഞാൻ വിളിച്ചോ? ഇല്ലല്ലോ. ഇങ്ങോട്ട് വാ. അപ്പൊ ഒരുമാതിരി ഷോ ആയിരിക്കില്ലേ? ഒരുമാതിരി ഡിസൂസ. കഷ്ടം. അതാ ഏതാ മോളെ ഈ കുട്ടി? സൗകര്യം ഉണ്ടാക്കി കൊടുക്കാൻ നടക്കുന്നു. ഇങ്ങോട്ട് പാടി. പ്രഭേ, നമ്മുടെ ശരത്ത്. ഓ, നിന്റെ സിദ്ധുവേട്ടൻ ഹോസ്പിറ്റലാണെന്ന് അറിഞ്ഞിട്ട് നീ ആ കാര്യം പോലും അന്വേഷിക്കാതെ ഈ വീട്ടിൽ ആരും ഇല്ലാത്ത സമയം നോക്കി ഇങ്ങോട്ട് വന്നത് എന്തിനാ? സിദ്ധുവേട്ടന്റെ അടുത്ത് ചേച്ചി ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാ ഞാൻ. ഞാനാണോ ഉണ്ടാവേണ്ടേ? കൂടെപ്പിറപ്പിനെ പോലെ നിന്നെ കൊണ്ട് നടക്കുന്നതല്ലേ. മമ്മി പോയപ്പോ നീയും കൂടെ പോവേണ്ടതല്ലേ? സിദ്ധുവേട്ടൻ എന്നോട് 100 വട്ടം ചോദിച്ചു പൂജമോൾ എവിടെയെന്ന്. മോളെ, വാരിക്കോരി തരുന്നല്ലേ നിനക്ക് സ്നേഹം? അത് കുറച്ചെങ്കിലും നീ തിരിച്ചു കൊടുക്കണ്ടേ? അതല്ലേ മോളെ വേണ്ടത്? അല്ലേ? നീ ഇങ്ങോട്ടിരിക്കെ പൂജ. പൂജ, നീ എന്നെ അപ്പു ചേച്ചീനെ ഇതുവരെ വിളിച്ചിട്ടുള്ളൂ. നിന്നെ പൂജമോളെന്ന് ഞാനും വിളിച്ചിട്ടുള്ളൂ. ഒരു ചേച്ചി അനിയത്തിക്ക് കൊടുക്കേണ്ട സ്നേഹവും കരുതലും നിനക്ക് ഞാൻ തന്നിട്ടുമുണ്ട്. നിനക്ക് നല്ലൊരു ഫ്യൂച്ചറുണ്ട്. ഏതെങ്കിലും ഒരുത്തന്റെ കൂടെ കല്യാണം കഴിച്ച് ജീവിതം അവസാനിപ്പിക്കേണ്ട ആളല്ല നീ. നിന്റെ കാര്യം ഓർത്ത് കണ്ണു നിറഞ്ഞ് നിന്റെ ചേട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. വേറൊരു അനിയത്തിയായിട്ടല്ല സിദ്ധുവേട്ടൻ നിന്നെ കാണുന്നത്. ദൈവം നിന്റെ തലയിൽ വരച്ചു വെച്ച വര മാറ്റി എഴുതാനുള്ള കഴിവ് നിന്റെ വിരലിലും വരയിലും ഉണ്ടെന്ന് അത്ഭുതത്തോടെ പറഞ്ഞ മനുഷ്യനാത്. നിന്നെക്കുറിച്ച് ഒരുപാട് പ്രതീക്ഷയും സ്വപ്നവും ഉണ്ട് ആ മനുഷ്യന്. അതൊന്നും മോളോട് പറഞ്ഞിട്ടില്ലെങ്കിലും എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആ മനുഷ്യനെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും മോള് ചെയ്യാൻ പാടില്ല. ചെയ്താൽ അത് പാപം. ചേച്ചി, ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? ചേച്ചി അത് പറ. സിദ്ധുവേട്ടനെ അപ്പു ചേച്ചിയെ വിഷമിപ്പിക്കുന്ന എന്തെങ്കിലും തെറ്റ് ഞാൻ ചെയ്തോ? ശരത്തേട്ടനും അമ്മായിയും കൂടെ എന്നെ ഇങ്ങോട്ട് വിളിച്ചു, ഞാൻ വന്നു. അത് തെറ്റായി പോയിന്നാണോ? പൂജമോൾക്ക് അതൊന്നും തെറ്റല്ലായിരിക്കും. സിദ്ധുവേട്ടനോ എനിക്കും നീ കാണിക്കുന്നതൊക്കെ തെറ്റ് തന്നെയാ. സിദ്ധുവേട്ടൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ? ചേച്ചി, ഞാൻ ശരത്തേട്ടനുമായിട്ട് സംസാരിക്കുന്നത് വിലക്കേണ്ട കാര്യം എന്താ? നമ്മുടെ അപ്പൂന് ഞാൻ ഈ കൈ കൊണ്ട് കുറെ എടുത്ത് നടന്നിട്ടുള്ള കുഞ്ഞാ. പിന്നെ കണ്ണിന് പിടിക്കാത്തത് കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പറയും. അത് മനസ്സിൽ വെച്ചോണ്ടിരിക്കത്തില്ല. അതെന്റെ പ്രകൃതമായി പോയി. അത് സ്നേഹമില്ലാഞ്ഞിട്ടല്ല ആമി. ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാല് നമ്മുടെ അപ്പൂന് എന്തോ കേടുണ്ടാമി. എന്ത് കേട്? ആ, ഈ ജന്മനുള്ള ദോഷം ഇല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. പറക്കം മുറ്റുന്നതിന് മുമ്പ് അച്ഛനും അമ്മയും പോയി. ആദ്യം ബാലുവായിട്ടുള്ള കല്യാണം ഉറപ്പിച്ചു. എല്ലാം ഉറപ്പിച്ചതാണേ. എന്നിട്ട് അത് നടന്നോ?
അത് കഴിഞ്ഞിട്ട് ദേ എന്റെ ശരത്ത് മോൻ, അതും നടന്നില്ല. ഏറ്റവും അവസാനം ദേ ഇപ്പൊ സിദ്ധു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട എല്ലാം ഉറപ്പിച്ചതാണ്. ഇപ്പൊ എന്തു പറ്റി? അവളുടെ വണ്ടി തന്നെ പോയി അവന്റെ കാലിലിടിച്ച്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇതൊക്കെ അവളുടെ ജന്മസമയത്തിന്റെ ദോഷമായിക്കൂടെ? എന്നിട്ട് ജോത്സർ ഇതുവരെ അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ. എങ്ങനെ പറയും? ആമി തന്നെ പറഞ്ഞ എങ്ങനെ പറയും? അവളുടെ ജാതകം എഴുതിയത് നമ്മൾ ആരെങ്കിലും ആണോ? അവരല്ലേ എഴുതിച്ചത്. അവളുടെ അച്ഛനും അമ്മയും എഴുതിച്ചതാണ്. ആ സമയം ശരിയല്ലെങ്കിലോ കറക്റ്റ് അല്ലെങ്കിലോ? ജന്മസമയം ഒരു സെക്കൻഡ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ജാതകം ഫുള്ള് മാറിപ്പോവും. അതുകൊണ്ട് ആമി ഇപ്പൊ ജോത്സിനെ കാണണ്ട. അതെന്താ? ജോത്സിനെ കണ്ട് ഉറപ്പായിട്ടും പറയില്ല ഇത്രയും ദോഷങ്ങളുള്ള സ്ഥിതിക്ക് കല്യാണം മാറ്റിവെക്കാനായിട്ട്. അയ്യോ, ആമി 2 കല്യാണം മുടങ്ങിപ്പോയ പെങ്കൊച്ച. ഇപ്പൊ ഈ 3ാമത്തെ കല്യാണവും മുടങ്ങുന്നത് ദോഷമാണ്. ഇപ്പതേ സിദ്ധുവിനൊരു തട്ടുകേട് വന്നപ്പോ നോക്കുന്നത് ആരാ? അപ്പു. അതിന്റെ അർത്ഥം എന്തുവാ? അവരൊന്നിക്കാനുള്ളത് ആമി, അവരൊന്നിക്കട്ടെ. ഈ 21-ാം തീയതി തന്നെ കല്യാണം നടക്കണം. കല്യാണം കഴിയുമ്പോ ആമി നോക്കിക്കോ, അവളുടെ ജാതകദോഷം എല്ലാം മാറി അവളുടെ സമയം തെളിയും. ഒരുപാട് സ്ഥലങ്ങളിൽ അങ്ങനെ സംഭവിച്ചിട്ടുള്ളതാ, എനിക്കറിയാവുന്നതല്ലേ. ആമി, കാലൊടിഞ്ഞതൊന്നും ആമി കൂട്ടാക്കണ്ട. ആമി നോക്കിക്കോ, സമയാവുമ്പോ ചാടി എഴുന്നേറ്റ് വന്ന് ചെറുക്കൻ അവളുടെ കഴുത്തിൽ താലിയിട്ടു. അതോ കല്യാണം മാറ്റിവെക്കണമെന്ന് ആമിക്ക് വല്ല ആഗ്രഹമുണ്ടോ? എനിക്ക് ഒരിക്കലും അങ്ങനെ ഒരു ആഗ്രഹമില്ല. അന്ന പിന്നെ ജോത്സിനെ കാണണ്ട. കല്യാണം കഴിഞ്ഞിട്ടും നമുക്ക് 2 പേർക്കും കൂടി പോയി എന്തെങ്കിലും പരിഹാരം ഉണ്ടോന്ന് നോക്കിയിട്ട് അത് ചെയ്യാം. അതും മതി കേട്ടോ. ഈ കല്യാണം കഴിഞ്ഞ പൂജ ശരത്തുമായിട്ടുള്ള കല്യാണം നടക്കും. അപ്പൊ ആ പെങ്കൊച്ച് വന്നിട്ടുള്ള കാര്യം ആരോടും പറഞ്ഞിട്ടില്ല. നല്ല ഉറക്കമാണല്ലോ. അപ്പു, അപ്പോ എടോ അപ്പു. അപർണ മുരളി, എടോ എനിക്കൊന്ന് വാഷ്റൂമിൽ പോണം. ഹലോ അപ്പു. അയ്യോ അയ്യോ അപ്പു, അപ്പു, ഇവിടെ എന്നെ സഹായിക്കാൻ ഒരു മനുഷ്യനും ഇല്ലല്ലോ ദൈവമേ. അപ്പു, അപ്പു.